counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001-2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc Nursing, MSc Nursing, PCBSc Nursing, Pharm B, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BSc Cloud Computing and all other courses. For more details, contact 179 Bar A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 09916039339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ കരിയർ വേൾഡ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തലിൽ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, എല്ലാരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's Jewelry കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. അഴകിവളാരോ പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's Jewelry കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം?
കേരള വിഷൻ ഡിജിറ്റൽ ടി വി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന 31 റൂട്ടുകളിൽ KSRTCക്ക് മാത്രം പെർമിറ്റ് നൽകുവാനുള്ള സർക്കാർ നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്ത് നൽകിയ 40ഓളം ഹർജികൾ തള്ളിയാണ് കോടതി തീരുമാനം ശരിവച്ചത്. കോട്ടയം തേക്കടി, എറണാകുളം തേക്കടി ഉൾപ്പെടെയുള്ള റൂട്ടുകൾക്കും ബാധകം. കടം വാങ്ങിയ പണം തിരികെ നൽകുവാൻ ശേഷിയില്ലാത്ത നിർധനരായ മാതാപിതാക്കൾ കടക്കാരന് സ്വന്തം മകളെ വിവാഹം ചെയ്ത് നൽകിയതായി പരാതി. നെടുങ്കണ്ടം സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് മാതാപിതാക്കൾ കടക്കാരന് വിവാഹം ചെയ്തു നൽകിയത്. കുമളി KSRTC ഡിപ്പോയോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ഡിപ്പോയുടെ ശോചനീയാവസ്ഥയും ജീവനക്കാരുടെ കുറവും പരിഹരിക്കുക, കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പണിക്കൻകുടി, പാറത്തോട്, ഇരുമലക്കപ്പ് മേഖലകളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കാട്ടുപോത്തിനെ പോലീസും വനപാലകരും ഉൾപ്പെട്ട സംഘം വെടിവെച്ചു. കല്ലാർപുഴയിൽ കൂട്ടാർ ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് കരുണാപുരം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. കരുണാപുരം പഞ്ചായത്തിലെ ജലനിധി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന 31 റൂട്ടുകളിൽ KSRTCക്ക് മാത്രം പെർമിറ്റ് നൽകുവാനുള്ള സർക്കാർ നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്ത് നൽകിയ 40ഓളം ഹർജികൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ തീരുമാനം. കോട്ടയം തേക്കടി, എറണാകുളം തേക്കടി ഉൾപ്പെടെയുള്ള ജില്ലയിലെ റൂട്ടുകൾക്കും ഇത് ബാധകമാണ്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന 31 റൂട്ടുകളിൽ KSRTCക്ക് മാത്രം പെർമിറ്റ് നൽകുവാനുള്ള സർക്കാർ നിലപാടിനാണ് ഹൈക്കോടതി അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് കാലാവധി തീരുന്ന മുറയ്ക്ക് പകരം KSRTC ബസ്സുകൾ ഓടിക്കുവാനും ഗതാഗത ആവശ്യം പരിഗണിച്ച് എണ്ണവും ട്രിപ്പും നിശ്ചയിക്കുവാനും തീരുമാനമെടുത്ത് 2009 ജൂലൈ 14 കൊണ്ടുവന്ന പദ്ധതി ചോദ്യം ചെയ്തുകൊണ്ട് 40ഓളം സ്വകാര്യ ബസ് ഉടമകളാണ് ഹർജി നൽകിയിരുന്നത്. ഈ 40 ഹർജികളും തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സർക്കാർ നടപടി ശരിവച്ചിരിക്കുന്നത്. കോട്ടയം തേക്കടി, എറണാകുളം തേക്കടി ഉൾപ്പെടെ സ്വകാര്യ ബസ് സർവീസ് റൂട്ടുകൾ ദേശസാൽക്കരിക്കുന്ന നടപടിയാണ് കൂടുതൽ ഹർജിക്കാരും ചോദ്യം ചെയ്തത്. 1967 പദ്ധതി പ്രകാരം സമ്പൂർണ്ണ ദേശസാൽകൃത റൂട്ടുകളിൽ ചെറിയ തോതിൽ സ്വകാര്യ ബസ്സുകൾക്ക് അനുമതി നൽകിയിരുന്നു. പിന്നീട് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് വ്യാപകമാവുകയായിരുന്നു. സ്വകാര്യ സർവീസുകൾക്ക് അനുമതി നൽകുന്ന നടപടി ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഈ റൂട്ടുകളുടെ സമ്പൂർണ്ണ ദേശസാൽക്കരണം നടപ്പാക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവും ഇതിനിടയിലുണ്ടായി. ഇതിനെതിരെ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തു. തുടർന്ന് ഉടമകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സർക്കാരിനോട് എല്ലാ വശങ്ങളും പരിഗണിച്ച് പദ്ധതി തയ്യാറാക്കുവാൻ നിർദ്ദേശിച്ച് ഹർജികൾ തീർപ്പാക്കുകയായിരുന്നു. തുടർന്നാണ് ബസ് സർവീസ് അനുമതി സംബന്ധിച്ച് പദ്ധതികൾ ഉണ്ടാക്കിയത്. വീണ്ടും കോടതി ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷമാണ് 2009 പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. 2006 മെയ് 9 മുമ്പ് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് കാലാവധി കഴിയുന്നതുവരെ മാത്രം സർവീസ് തുടരാൻ അനുമതി നൽകുകയായിരുന്നു. 5 കിലോമീറ്ററോ ആകെ റൂട്ട് ദൂരത്തിന്റെ 5% മാത്രമേ ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിക്കൂ. ഇവയുടെ പെർമിറ്റ് കാലാവധി തീരുന്ന മുറയ്ക്ക് ദേശസാൽകൃത സർവീസ് നടത്താനായി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗിന് അനുമതിയും നൽകി.
പുതുതായി അനുവദിക്കുന്ന പെർമിറ്റുകളിലും KSRTC ബസ്സുകൾ തന്നെ ഓടിക്കുവാൻ തീരുമാനിക്കുകയും സർവീസ് സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ KSRTC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ചുമതലയും നൽകി. ഈ നടപടിക്കെതിരെയാണ് ഹർജിക്കാരായ സ്വകാര്യ ബസ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. നിലവിൽ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന സർവീസുകൾ കൃത്യമായി STU മുഖേന നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. ഗതാഗത ആവശ്യങ്ങളനുസരിച്ച് ബസ്സുകൾ ഓടിക്കുവാനുള്ള സാധ്യത STUവിനുണ്ട്. ഇതിനായി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗതാഗത ആവശ്യം സംബന്ധിച്ച് പൊതുജനത്തിന് പല അഭിപ്രായങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും. ഇതെല്ലാം പരിഗണിച്ച് മതിയായ സർവീസ് നടത്തണമെന്ന് STU ഉറപ്പാക്കണം. സർക്കാരിന്റെ പദ്ധതിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജികൾ തള്ളുകയായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ നൽകുവാൻ ശേഷിയില്ലാതെ നിർധനരായ മാതാപിതാക്കൾ പ്രായപൂർത്തിയാകാത്ത മകളെ കടക്കാരന് വിവാഹം ചെയ്തു നൽകി. നെടുങ്കണ്ടം സ്വദേശിനിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് മാതാപിതാക്കൾ വിവാഹം ചെയ്തു നൽകിയത്. കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നതോടെ തോട്ടം തൊഴിലാളികളായ ദമ്പതിമാർ 9ാം ക്ലാസ്സുകാരിയായ മകളെ വിവാഹം ചെയ്തു നൽകുകയായിരുന്നു. മാവടി സ്വദേശിനിയായ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് മാതാപിതാക്കൾ 36-കാരന് വിവാഹം ചെയ്തു നൽകിയത്. വരന്റെ വീട്ടിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു വിവാഹം നടന്നത്. പെൺകുട്ടിയുടെ ബന്ധുവിൽ നിന്നാണ് ശൈശവ വിവാഹത്തിന്റെ കാര്യം പുറം ലോകം അറിയുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലക്കാരാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. ഇവർ നെടുങ്കണ്ടത്തേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചതായിട്ട് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. നാട്ടുകാരൊരു പരാതി തന്നാണ്. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഉദ്ദേശിച്ച ആളുടെ വീട് പൂട്ടിയിട്ടിരിക്കുക. അയാളുടെ തറവാടും ബന്ധവുമെല്ലാം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ അയാളുടെ അനിയൻ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ പോയി അന്വേഷിച്ചതായിട്ടും അപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുള്ളതായിട്ടും അയാൾ തന്നെ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തമിഴ്നാട്ടിലാണ് സംഭവം. അവിടെ വീരവണ്ടി എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണെന്ന് പറയുന്നത്. ഈസ്റ്റർ അവധിക്ക് നാട്ടിലേക്ക് മടങ്ങിയതിനിടെയാണ് സെൽവരാജ് എന്നയാൾക്ക് ദമ്പതിമാർ മകളെ വിവാഹം ചെയ്തു നൽകിയത്. സെൽവരാജിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകുവാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇവർ മകളെ വിവാഹം ചെയ്തു നൽകിയത്. കുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് ശൈശവ വിവാഹം സംബന്ധിച്ച് വിവരം പുറത്തുവിട്ടത്. ഞാൻ അവിടെ തമിഴ്നാട് പോയിട്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾ തമിഴ്നാട് പോയിട്ട് തിരിച്ച് കയറി വന്നപ്പോൾ കൊച്ചിലെ അവിടെ കല്യാണം നടന്നു ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെയുണ്ട്, ഞാനിത് അറിയുന്നില്ല. ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചെന്നു. അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരവിടെയാണ് കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കഴിച്ച മന്നച്ചേരട്ട് വന്നു. ഇതേക്കുറിച്ച് തേനി ജില്ലയിലെ വീരപാണ്ടി പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. കുമളി KSRTC ഡിപ്പോയോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ഡിപ്പോയുടെ ശോച്യാവസ്ഥയും ജീവനക്കാരുടെ കുറവും പരിഹരിക്കുക, കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ KSRTCയെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് നടത്താൻ അഹോരാത്രം കഷ്ടപ്പെടുമ്പോൾ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ കുമളി KSRTC ഡിപ്പോ. ആവശ്യത്തിനുള്ള സർവീസുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ജീവനക്കാർ ഇല്ലാത്തതിൽ സർവീസുകൾ മുടങ്ങുന്നത് കുമളി ഡിപ്പോയിൽ പതിവായിരിക്കുകയാണ്. തകരാറുകൾ പരിഹരിക്കാൻ ആവശ്യമായ ജീവനക്കാർ 30ഓളം വേണ്ട സാഹചര്യത്തിൽ 7ഓളം ജീവനക്കാരുടെ അഭാവമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കഴിഞ്ഞ മാസം മുതൽ സർക്കാർ KSRTC നിരക്കിന് സെസ് ഏർപ്പെടുത്തിയതുമൂലം യാത്രക്കാർ അധികം നിരക്ക് നൽകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. മലയോര ജില്ലയായതിനാലും തോട്ടം തൊഴിലാളികൾ കൂടുതലായും KSRTCയെ ആശ്രയിക്കുന്നു. എന്നാൽ ജീവനക്കാർ ആവശ്യത്തിനില്ലാത്തതിനാൽ സർവീസുകൾ മുടങ്ങുന്നത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. കുമളി ഡിപ്പോയോട് മറ്റുള്ള ഡിപ്പോകളെ അപേക്ഷിച്ച ഒരു അവഗണനയാണ് നമ്മൾ കണ്ടുവരുന്നത്. സ്വകാര്യ ലോബിയുടെ, സ്വകാര്യ ബസ് മുതലാളിമാരുടെ ഇടപെടൽ കാരണം കുമളി ഡിപ്പോയെ ഏതെല്ലാം രീതിയിൽ തളർത്താമോ അതിന് പുതിയ വണ്ടികൾ കൊടുക്കാതെയാണെങ്കിൽ പുതിയ വണ്ടികൾ കൊടുക്കാതെ, അതല്ലെങ്കിൽ ഓടുന്ന വണ്ടികൾ മാന്യമായിട്ട് ഓടിക്കാതാണെങ്കിൽ ഓടുന്ന വണ്ടികൾ മാന്യമായിട്ട് ഓടിക്കാതെ, അപ്പം എല്ലാ വിധത്തിലും ഇവിടെ സർവീസുകൾ നടക്കരുത്. സ്വകാര്യ ലോബിയുടെ ഇടപെടൽ കൊണ്ട് ഇവിടെ സർവീസുകൾ നടക്കാതെ ഈ ഡിപ്പോയെ തകർക്കാനുള്ളൊരു നീക്കമാണ് എല്ലാ ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് യാതൊരു ശുഷ്കാന്തിയും ഈ കാര്യത്തിലില്ല. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഒരിടത്തും കാണത്തില്ല ഈ TP ബസ്സുകളും RT26, RT28 2004 വണ്ടികളാണ്. ഇതൊന്നും ഒരിക്കലും ഹൈറേഞ്ചിലെ ഓപ്പറേഷന്, ഹൈറേഞ്ചിലെ ബസ് ഓടിക്കാനായിട്ട് പറ്റിയ വണ്ടികളല്ല ഇതൊന്നും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വണ്ടികൾ മാറ്റിത്തരണമെന്ന് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. നിഷ്ക്രിയമായിട്ടാണ് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. കുമളി ഡിപ്പോയിൽ 52 സർവീസുകളും 56 ബസ്സുകളും മാത്രമാണുള്ളത്. ദിവസേന 10-12 എന്ന നിരക്കിലാണ് കുമളി ഡിപ്പോയിൽ സർവീസുകൾ നിലയ്ക്കുന്നത്. 130 ഡ്രൈവർമാർ വേണ്ട സ്ഥാനത്ത് വെറും 102 ഡ്രൈവർമാർ മാത്രമേ ഇവിടെയുള്ളൂ. അതുപോലെ തന്നെ കണ്ടക്ടർമാരും. ഇവർ ഓവർടൈം ജോലി ചെയ്താണ് പകുതി ബസ്സുകളും നിരത്തിലിറക്കുന്നത്. 2004 കുമളി ഡിപ്പോ തുടങ്ങിയ സമയം മുതലുള്ള കാലപ്പഴക്കം ചെന്ന ബസ്സുകളും കുമളിയുടെ ശാപമായി ഓടുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി.
കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പണിക്കൻകുടി പാറത്തോട് ഇരുമലക്കപ്പ് മേഖലകളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന കാട്ടുപോത്തിനെ പോലീസും വനപാലകരും ഉൾപ്പെട്ട സംഘം വെടിവെച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിലെ ജനവാസ കേന്ദ്രങ്ങൾ കാട്ടുപോത്തിന്റെ ഭീഷണിയിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ കാട്ടുപോത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ജനവാസ കേന്ദ്രങ്ങളായ പുല്ലുകണ്ടം, പണിക്കൻകുടി, പാറത്തോട്, തിങ്കൾക്കാട് ഭാഗങ്ങളിൽ പോത്ത് വിഹരിച്ചതിനെ തുടർന്ന് ഈ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ പുല്ലുകണ്ടം വട്ടുകുളത്ത് ഷാജിയെയും ഇന്നുച്ചയോടെ വൈസമ്മാലി കൊച്ചുപ്പ് ഭാഗത്ത് ജോയി എന്നയാളെയും കാട്ടുപോത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ അടിമാലി റേഞ്ച് ഓഫീസർ SN ബാബു, പൊന്മുടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലകരും അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ സജി മർക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും പോത്തിനെ കണ്ടെത്താനായില്ല. എന്നാൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ വൈസമ്മാലി വടക്കേപ്പറമ്പിൽ ജോയിയുടെ ഏലത്തോട്ടത്തിലെത്തിയ പോത്തിനെ ഉദ്യോഗസ്ഥ സംഘം വെടിവെച്ചു വീഴ്ത്തി. അടിമാലി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി എം പോളാണ് പോത്തിനെ നിറയൊഴിച്ചത്. ഈ അടിമാലി റേഞ്ചിൽ ഇത് നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരുന്ന, നാട്ടുകാരെ ആക്രമിക്കാൻ 2 പേര് ഗുരുതരാവസ്ഥയിലായും ചെന്ന ഈ ആനിമൽ അതിന്റെ തിരിച്ചു പോകുന്ന വഴിയാണ് ഇവിടെ എത്തുകയും ഇവിടെയും 2 ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്തു. പോത്തിനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ നടപടികളും ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യം അതിനെ വന്ന വഴിയിൽ വനത്തിൽ കയറ്റിവിടാൻ ശ്രമിച്ചു, മയക്കുവെടി വെച്ച് പിടിക്കാൻ ശ്രമിച്ചു. ഇവയെല്ലാം പരാജയപ്പെടുകയും അവസാനം മയക്കുവെടിക്ക് തിരിച്ച് പോത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് വെടിവെക്കേണ്ടി വന്നത്. മിനിയാന്ന് മുതൽ പാറത്തോട് മുതൽ ഇങ്ങനെ നാട്ടുകാരെ വിറപ്പിച്ച് നടന്ന കാട്ടുപോത്ത് ഇന്ന് രാജാക്കാട് പോലീസ് സ്റ്റേഷന് വീട്ടിൽ കൊച്ചുപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കുരങ്ങുപാറ ഭാഗത്ത് വെച്ച് വീണ്ടും ജനത്തെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇതിനെ മുകളിൽ നിന്നുള്ള ഫയർ വാട്ടർ ലഭിച്ചതിൻ്റെ പേരിൽ ഇന്ന് വെടിവെച്ച് വീഴ്ത്തി. ഇതോടെ ദിവസങ്ങളായി 2 പഞ്ചായത്തുകളിൽ നിലനിന്നിരുന്ന ജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമവുമായി. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. രാജമല സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. വരയാടുകളുടെ പ്രസവകാലമായതിനാൽ 2 മാസക്കാലമായി ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു. ആദ്യ ദിനത്തിൽ തന്നെ 3000-ഓളം പേരാണ് രാജമല സന്ദർശിച്ചത്. വരയാടുകളുടെ പ്രസവകാലമായതിനാൽ 2 മാസക്കാലമായി രാജമലയിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ രാജമലയിലേക്ക് കഴിഞ്ഞ 2-ാം തീയതി സന്ദർശകർക്കായി തുറന്നുകൊടുക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചെങ്കിലും ഗർഭിണികളായ വരയാടുകളെ കണ്ടെത്തിയതിനാൽ സന്ദർശക നിരോധനം 9 വരെ നീട്ടിയിരുന്നു. ഏകദേശം 70-ലേറെ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. അടുത്ത മാസം നടക്കുന്ന കണക്കെടുപ്പിൽ മാത്രമേ കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഉദ്യാനത്തിൽ 91 കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ 40% കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നത് പതിവാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇവിടെ 894 വരയാടുകളാണ് ഉള്ളത്. 1978 നിലവിൽ വന്ന ഇരവികുളം നാഷണൽ പാർക്കിന് 97 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. വനം വകുപ്പ് മൂന്നാർ ഡിവിഷന്റെ കീഴിലുള്ള ഈ ദേശീയോദ്യാനത്തിലാണ് ലോകത്തിലെ പകുതിയിലേറെ വരയാടുകളുള്ളത്. മൂന്നാറിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനത്തിൽ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് പ്രതിവർഷം എത്തിച്ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 111 അടിയായി തുടരുകയാണ്. മാർച്ച് 9-നാണ് ജലനിരപ്പ് 111 അടിയിലേക്ക് എത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതോടെ തേക്കടിലെ ജലനിരപ്പ് 111 അടിയായി നിലനിൽക്കുന്നു. തേക്കടിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ തടാകത്തിലേക്ക് ഇറങ്ങും നിത്യസംഭവമായിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 111 അടിയായി നിലനിർത്തിക്കൊണ്ട് തമിഴ്നാട് 150 കനയടി വെള്ളം മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഡാമിലേക്ക് ജലം ഒഴുകിയെത്തുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി മുതൽ നാളിതുവരെ ജലനിരപ്പിൽ യാതൊരു വ്യതിയാനവും ഇല്ലാതെയാണ് തമിഴ്നാട് ജലനിരപ്പ് നിർത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും തേക്കടിൽ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. തേക്കടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മുഖ്യ വിനോദോപാധി എന്നത് ബോട്ടിംഗ് ആണ്. എന്നാൽ തിരക്ക് വർദ്ധിച്ചതോടെ പകുതി ആളുകൾക്ക് പോലും ബോട്ടിംഗ് സൗകര്യം ലഭ്യമാകുന്നില്ല. ബോട്ടിങ്ങിനും തേക്കടി സന്ദർശനത്തിനുമായി വർഷത്തിൽ ശരാശരി 6 ലക്ഷത്തിലധികം സഞ്ചാരികൾ തേക്കടിലെത്തുന്നുവെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, കുമളി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കാഞ്ചിയാർ കൽത്തൊട്ടി ഹോളി ഫാമിലി സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചു. കൽത്തൊട്ടിയിൽ നിന്നും ലബ്ബക്കടയിലേക്കാണ് പ്രാർത്ഥനാ റാലി നടന്നത്. കൽത്തൊട്ടി ഹോളി ഫാമിലി സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്യാനോത്സവത്തിന്റെ ഭാഗമായാണ് പ്രാർത്ഥനാ റാലി ഒരുക്കിയത്. തിങ്കളാഴ്ച ആരംഭിച്ച ഉദ്യാനോത്സവത്തിന്റെ സമാപന ദിവസമായിരുന്നു ഇന്ന്. കൽത്തൊട്ടി പള്ളിയിൽ നിന്ന് റാലി ആരംഭിച്ചു. പള്ളി വികാരി ഫാദർ ജോർജ് കൊങ്ങാടിക്കുന്നേൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിച്ചതെന്ന് ഫാദർ ജോർജ് കൊങ്ങാടിക്കുന്നേൽ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് മിഡിൽ ഈസ്റ്റിലൊക്കെ സംഭവിച്ച
അതിദാരുണമായ ക്രിസ്തീയ പീഡനങ്ങൾക്ക് അനുസ്മരിച്ചുകൊണ്ട് അതിൽ നിന്ന് സഭ ഊർജം സ്വീകരിച്ചുകൊണ്ട് സഭാമക്കളെ വളരെ ആഴമേറിയ ക്രിസ്തീയ അവബോധത്തിൽ ഉത്ഥാനോത്സവ ലക്ഷ്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാകുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ ശക്തി, ഉദ്ധിതൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയുന്ന ലോകത്തോടുള്ള പ്രഖ്യാപനമാണ് ഈ റാലിയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുക. ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുമായാണ് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നത്. നിശ്ചല ദൃശ്യങ്ങളും റാലിയിൽ അണിനിരന്നു. പ്രാർത്ഥനാ റാലി കൽത്തോട്ടിയിൽ നിന്ന് ലബക്കടയിലെത്തിയ ശേഷം തിരികെ പള്ളിയങ്കണത്തിലെത്തി സമാപിച്ചു. റാലിക്ക് സഹവികാരി ഫാദർ വർഗീസ് കിളികുത്തിപ്പാറ, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപകൻ സണ്ണി വെങ്ങാനൂർ, ഷോജി ചേറ്റയിൽ, മനേഷ് ആയല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കല്ലാർപുഴയിൽ കൂട്ടാർ ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് കരുണാപുരം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ്. പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattapana. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേയൊരു വെഡ്ഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. കല്ലാർപുഴയിൽ കൂട്ടാർ ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ് പറഞ്ഞു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ജലനിധി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് മന്ത്രി പി ജെ ജോസഫ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയത്. കല്ലാർ പുഴയ്ക്ക് കുറുകെ കൂട്ടാറിൽ ചെക്ക് ഡാം നിർമ്മിച്ച് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പദ്ധതിയൊരുക്കും. ജലനിധി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം ജലദൗർലഭ്യത നേരിടുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കരുണാപുരം. ജലനിധി പദ്ധതിയുടെ നടത്തിപ്പ് വിവിധ മേഖലകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. പദ്ധതി പ്രകാരം 1470 മഴവെള്ള സംഭരണികളാണ് നിർമ്മിക്കുക. ഓരോ വീട്ടിലും മഴവെള്ള സംഭരണി എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവും. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ബൃഹത് പദ്ധതിയെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉപഭോക്താക്കളുടെയും കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ്. ശരിക്കും ശ്രമിച്ചാൽ എത്ര നാളുകൊണ്ട് തീർക്കാം? 120 ദിവസങ്ങൾ കൊണ്ട് ഇതിന്റെ പണികൾ നമുക്ക് തീർക്കാൻ കഴിയും. 10,000 ലിറ്റർ ആണ് ഇതിന്റെ സംഭരണ ശേഷി. വേനൽക്കാലത്ത് തീർച്ചയായിട്ടും ഇതിന്റെ വലിയ പ്രയോജനം നമുക്ക് ലഭിക്കും. അതിനുള്ള സക്രിയമായ നടപടികൾ സ്വീകരിക്കുന്നു. പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന യോഗത്തിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസി ആന്റണി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് കുറ്റിവയലിൽ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ മാനസിക ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സഹായധന വിതരണോദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ജില്ലാ ആസ്ഥാനത്ത് കൊലുമ്പൻ കോളനി റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടു. കോളനിയിലെ ചില വീട്ടുകാർ തമ്മിലുള്ള തർക്കമാണ് റോഡ് നിർമ്മാണത്തിന് തടസ്സമായത്. ഇടുക്കി പദ്ധതിക്ക് സ്ഥാനം കാണിച്ചു നൽകിയ ആദിവാസി മൂപ്പൻ കരിവെള്ളാൻ കൊലുമ്പൻ താമസിച്ചിരുന്ന കുടിയാണ് പിന്നീട് കൊലുമ്പൻ കോളനിയായി മാറിയത്. കൊലുമ്പന്റെ പിന്മുറക്കാരും ആശ്രിതരും ഉൾപ്പെടെ ആദിവാസി വിഭാഗങ്ങളാണ് ഇവിടെ കാലങ്ങളായി അധിവസിച്ചു വരുന്നത്. 60ഓളം വീടുകളുള്ള കോളനിയിലെ ജനങ്ങളുടെ ഏക യാത്രാമാർഗവും ഈ റോഡ് തന്നെയാണ്. ഇടുക്കി MLA റോഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 9 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണത്തിന് പദ്ധതിയിട്ടത്. എന്നാൽ റോഡിന്റെ തുടക്കഭാഗത്ത് കൊലുമ്പന്റെ ചെറുമക്കളായ മോഹനൻ, ബിനു എന്നിവരുടെ കൈവശത്തിലുള്ള സ്ഥലത്തുകൂടി മാത്രം റോഡ് നിർമ്മിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന കാര്യമുന്നയിച്ച് ഇവർ ഇവരുടെ അതിർത്തി കരിങ്കൽ കെട്ടിത്തിരിക്കുകയും ഇതോടെ തർക്കം രൂക്ഷമാവുകയുമായിരുന്നു. നമ്മൾ കൊടുക്കാനുള്ളത് സ്ഥലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജോയിച്ചേട്ടൻ കൊടുക്കാനുള്ള സ്ഥലം എന്നാണേലും ജോയിച്ചേട്ടൻ കൊടുക്കുന്നില്ല. പിന്നെ ഈ വഴിയുടെ ഫണ്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ റോഡ് പണി നടക്കുന്നില്ല. എന്നാൽ തന്റെ വസ്തുവിൽ നിന്നും ഒട്ടും തന്നെ ഭൂമി വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും വർഷങ്ങളായി 6 മീറ്ററിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന റോഡിലേക്ക് എതിർ കക്ഷികൾ മതിൽ കെട്ടി തിരിച്ചതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമെന്നും എതിർവശത്ത് താമസിക്കുന്ന ജോയി എന്നയാൾ പറയുന്നു. 6 മീറ്റർ വീതിയിൽ അവിടെ റോഡ് ഉണ്ടായിരുന്നതാണ്. അതുവഴി JCB, ടിപ്പർ ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം ഓടിക്കൊണ്ടിരുന്നതാണ്. അതാണ് പകുതി വെച്ച് ഇവർ കെട്ടി തിരിച്ച് കയ്യാലെ തിരിച്ച് ഇവരുടെ സ്ഥലമാണ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ കെട്ടിയടച്ചു വെച്ചേക്കുന്നത്. അത് ശരിയായ ഒരു നടപടിയല്ല. 6 മീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അന്നേരം ഇരുകൂട്ടരും എന്നുള്ളൊരു അവസ്ഥയെ അവിടെ ഉടലെടുക്കുന്നുള്ളൂ. അതിന് മുമ്പ് അങ്ങനെ പ്രശ്നം അവിടെ ഇല്ല. 6 മീറ്റർ വീതിയിൽ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, അതവിടെ നിലനിർത്തണം. അത് നാട്ടുകാരെല്ലാം ചേർന്ന് അവിടെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും, ആ റോഡ് തുറക്കുകയും ചെയ്യും. തർക്കം രൂക്ഷമായതോടെ 60ഓളം കുടുംബങ്ങൾക്ക് ഏക യാത്രാമാർഗമായ കൊലുമ്പൻ കോളനി റോഡിന്റെ നിർമ്മാണം എങ്ങുമെത്താത്ത നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. മഹാകാവ്യം എഴുതാതെ മലയാളത്തിന്റെ മഹാകവിയായി മാറിയ കുമാരനാശാന്റെ 142ാം ജന്മദിനമാണ് ഞായറാഴ്ച. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവിക്ക് ഇടുക്കിനെറ്റിന്റെ പ്രണാമം. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചവയായിരുന്നു കുമാരനാശാന്റെ കവിതകൾ. 1873 ഏപ്രിൽ 12-നായിരുന്നു ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാന്റെ ജനനം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽപ്പെട്ട കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് പെരിങ്ങാടി നാരായണൻ മലയാളത്തിലും തമിഴിലും അതിനിപുണനായിരുന്നു. മലയാളത്തിൽ അദ്ദേഹം രചിച്ച കീർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊച്ചുകുമാരൻ തന്റെ ജീവിത വഴി കവിതകളുടെ ലോകത്തേക്ക് തിരിച്ചുവിട്ടത്. 14-ാമത്തെ വയസ്സിൽ സ്കൂൾ പരീക്ഷ പാസായ കുമാരനാശാൻ അതേ സ്കൂളിൽ തന്നെ കുറച്ചുകാലം അധ്യാപകനായി ജോലി ചെയ്തു. എന്നാൽ ചെറുപ്രായത്തിലുള്ളവരെ അധ്യാപകരായി നിയമിക്കാൻ നിയമം അനുവദിക്കാത്തതിനാൽ അദ്ദേഹത്തിന് അധ്യാപന വൃത്തിയോട് വിട പറയേണ്ടി വന്നു. പിന്നീട് കൊച്ചാരിയൻ വൈദ്യൻ എന്നയാളുടെ കടയിൽ കണക്കെഴുത്ത് ജോലി സ്വീകരിച്ചെങ്കിലും അതും ഏറെ നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ കാലഘട്ടത്തിലും കുമാരനാശാൻ കവിതകൾ എഴുതിയിരുന്നു. ഇതിൽ ചില കവിതകൾ പറവൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുജനാനന്ദിനി എന്ന മാസികയിൽ അച്ചടിച്ചു വന്നു. കുമാരു, എൻ കുമാരൻ, കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലാണ് അദ്ദേഹം കവിതകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്.
ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിൽ പ്രധാന വഴിത്തിരിവായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ചൈതന്യം കുമാരനെ ക്രമേണ യോഗിയും വേദാന്തിയുമാക്കി തീർത്തു. 20ാമത്തെ വയസ്സിൽ അദ്ദേഹം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് തന്റെ ജീവിതം മാറ്റി. ക്ഷേത്ര പരിസരത്ത് സംസ്കൃത പാഠശാലയും അദ്ദേഹം സ്ഥാപിച്ചു. സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെയാണ് അദ്ദേഹത്തിന് നാട്ടുകാർ പേരിനൊപ്പം ആശാൻ എന്ന വിളിപ്പേര് കൂടി സമ്മാനിച്ചത്. അല്പകാലത്തിനു ശേഷം നാടുവിട്ട കുമാരനാശാന്റെ പിന്നീടുള്ള ജീവിതം അരുവിപ്പുറത്തായിരുന്നു. ഈ കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപരിപഠനം നടത്താൻ കുമാരനാശാൻ തീരുമാനിക്കുന്നത്. തുടർന്ന് ശ്രീനാരായണ ഗുരു ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ പൽപുവിന്റെ സഹായത്തോടെ ബാംഗ്ലൂർ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ കുമാരനാശാന് പ്രവേശനം നേടിക്കൊടുത്തു. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനു ശേഷം പിന്നീട് 2 വർഷക്കാലം അദ്ദേഹം കൽക്കത്ത സംസ്കൃത കോളേജിലും പഠനം തുടർന്നു. ഇതിനിടെയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ തിരിച്ച് അരുവിപ്പുറത്തേക്ക് വിളിപ്പിക്കുന്നത്. 1903 ജൂൺ 4 ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപുവിന്റെയും നേതൃത്വത്തിൽ SNDP യോഗം പിറവിയെടുത്തപ്പോൾ ആദ്യ സെക്രട്ടറിയായത് കുമാരനാശാനായിരുന്നു. ഏതാണ്ട് 16 വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു. 1904 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് SNDP യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിക്കുന്നത്. 909 ഈഴവർക്ക് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചപ്പോൾ SNDP യോഗം നിയമസഭാ ചുമതലകൾ ഏൽപ്പിച്ചതും കുമാരനാശാനെയാണ്. 1907 ഡിസംബറിൽ മിതവാദി പത്രത്തിൽ വീണപൂവ് എന്ന കവിത പ്രസിദ്ധീകരിച്ചതോടെയാണ് ശ്രദ്ധേയനായ കവി എന്ന നിലയിലേക്ക് കുമാരനാശാൻ വളരുന്നത്. ബുദ്ധമത സന്ദേശങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആ സ്വാധീനം അദ്ദേഹത്തിന്റെ പല കവിതകളിലും കാണുവാനും കഴിയും. ബുദ്ധമത സന്ദേശങ്ങൾ ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കാൻ പ്രയോജനപ്പെട്ടേക്കുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ചണ്ഡാല ഭിക്ഷുകി, കരുണ എന്നീ കവിതകൾ എഴുതിയത്. നളിനി, ലീല, ദുരവസ്ഥ, പ്രരോദനം എന്നിവയാണ് കുമാരനാശാന്റെ മറ്റ് പ്രധാനപ്പെട്ട കവിതകൾ. 1924 ജനുവരി 16 പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് മഹാകാവ്യം എഴുതാതെ മലയാളത്തിന്റെ മഹാകവിയായി വളർന്ന കുമാരനാശാൻ ഓർമ്മയായത്. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞ ചടങ്ങുകളോടനുബന്ധിച്ച് ഗോവിന്ദ പട്ടാഭിഷേകം നടന്നു. യജ്ഞാചാര്യൻ വൈക്കം മനോജ് കുമാർ സുഗതൻ തന്ത്രികളുടെ നേതൃത്വത്തിലാണ് സപ്താഹ ചടങ്ങുകൾ നടന്നുവരുന്നത്. കഴിഞ്ഞ 6-ാം തീയതിയാണ് മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം ആരംഭിച്ചത്. 13 സമാപിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന് വൈക്കം മനോജ് കുമാർ സുഗതൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി പ്രദീപ് ശാന്തികൾ എന്നിവരാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ, സെക്രട്ടറി ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. രുക്മിണി സ്വയംവരം ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും. പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കണമെന്ന് ഭരണസമിതി പ്രസിഡന്റ് VK സുരേന്ദ്രൻ പറഞ്ഞു. ഈ സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രമായി ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സമാപനം നടക്കുന്നത് 13-ാം തീയതി തിങ്കളാഴ്ച ആയിരിക്കും. ഈ ഭക്തിസാന്ദ്രമായ ഈ നാട്ടിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്ലാക്കത്തടം ഗിരിജൻ കോളനി റോഡിന് 2,13,12,000 രൂപ സർക്കാർ അനുവദിച്ചതായി DCC അംഗം AM റഷീദ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നബാർഡിന്റെ ധനസഹായത്തോടെ റോഡ് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് 2015 തന്നെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായുള്ള പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി 2,13,00,000 രൂപ അനുവദിച്ചതായും പീരുമേട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC മെമ്പർ MA റഷീദ് അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് പട്ടികവർഗ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മിയെ നേരിൽ കണ്ട് പ്ലാക്കത്തടം കോളനിയുടെ ദുരിതാവസ്ഥ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, കല്യാണം കഴിക്കുവാൻ പോലും കഴിയാതെ വരുന്ന ചെറുപ്പക്കാരുടെ ബുദ്ധിമുട്ടുകൾ, യുവതി യുവാക്കളുടെ ബുദ്ധിമുട്ടുകൾ, മരണത്തിന് അസുഖം വന്നാൽ കട്ടിലെടുത്തുകൊണ്ട് രോഗികൾ കൊണ്ടുവരേണ്ട അവസ്ഥ, മരിച്ചാൽ കട്ടിലിൽ ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥ, വന്യമൃഗങ്ങളുടെ ഭീഷണി മൂലം രാത്രികാലങ്ങളിൽ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട PK ജയലക്ഷ്മി പട്ടികവർഗ വകുപ്പ് മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് നബാർഡിന്റെ സഹായത്തോടുകൂടി 2,13,12,000 രൂപയുടെ റോഡിന് ഭരണാനുമതി നൽകിയിരിക്കുന്നത്.
80 വർഷമായി പ്ലാക്കത്തടം SG കോളനിയിൽ താമസിക്കുന്ന 350-ൽ പരം ജനങ്ങൾ റോഡ് സൗകര്യം ഇല്ലാതെ നരകയാതന അനുഭവിക്കുകയായിരുന്നു. ജനങ്ങളുടെ ദൈനംദിന ജീവിതവും വിദ്യാർത്ഥികളുടെ പഠനവും വന്യമൃഗങ്ങളെ പേടിച്ചുള്ള ജീവിതവും റോഡ് പൂർത്തിയാക്കുന്നതോടെ ജനങ്ങൾക്ക് ശാപമോക്ഷമേകും. പ്ലാക്കത്തടം നിവാസികളുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യം പട്ടികവർഗ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നബാർഡിന്റെ ധനസഹായത്തോടെ റോഡ് നിർമ്മിക്കുന്നതിന് മന്ത്രി അടിയന്തര അനുമതി നൽകിയതെന്നും MA റഷീദ് പറഞ്ഞു. ഇനി വീക്കെൻഡ് കോമഡി. പല വാർത്തകളുടെയും പിന്നിൽ അരങ്ങേറുന്ന ചില ദൃശ്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ പലപ്പോഴും പകർത്താറുണ്ട്. എന്നാൽ ഇതൊന്നും നേർരേഖയിൽ വാർത്തയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വേറിട്ട വാർത്തകളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു വീക്കെൻഡ് കോമഡി. കേരള തമിഴ്നാട് അതിർത്തി തർക്കം നിലനിൽക്കുന്ന മംഗളാദേവിയിലെ ചിത്ര പൗർണമി ഉത്സവം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവിടെ ഉത്സവം നടക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട്. കണ്ണകിയുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 10,000-കണക്കായ ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ഉത്സവത്തിനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ തർക്കം നിലനിൽക്കുന്നു എന്ന പ്രാധാന്യം മുൻനിർത്തി തന്നെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഒത്തുചേർന്നാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കണ്ണകി ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുക. പ്രത്യേകിച്ചും അന്നത്തെ ദിവസം വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. ഇതിനുവേണ്ടിയുള്ള ആലോചനാ യോഗം അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമാണ്, ഗൗരവമേറിയതുമാണ്. ഇത്തവണ തേക്കടിയിൽ വിളിച്ചു ചേർത്തിരുന്നു ഉത്സവത്തിന് മുന്നോടിയായുള്ള ആലോചനാ യോഗം. ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഉന്നത പോലീസ്, റവന്യൂ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇതുകൂടാതെ തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഈ യോഗത്തിലുണ്ട്. എന്നാൽ ഇവിടെ നടന്നത് എന്താണ്? ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ പകർത്തിയ ചില പിന്നാമ്പുറ ദൃശ്യങ്ങളിലേക്ക്. വീക്കെൻഡ് കോമഡി. ഇത്രയേറെ ഗൗരവപൂർണമായ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു ആലോചനാ യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിയമവും നീതിയും നടപ്പാക്കേണ്ട ഉന്നതരുടെ ഭാഗത്തു നിന്നാണ് ഈ കളി യോഗത്തിൽ അരങ്ങേറുന്നത്. ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പുമൊക്കെ ന്യൂജന്മാർക്കാണ് ഹരം എന്ന ആ സ്ഥിരം പല്ലവി ഇനി നമുക്ക് മറക്കാം. ഈ ദൃശ്യം പഴയൊരു പഴഞ്ചൊല്ലാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നൽകുന്നത്. അത് മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്കോ വീണവായന. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന എന്ന വിപണിയിൽ 20,040 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,505 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 700, കുറഞ്ഞ വില 650. കുരുമുളക് കിലോഗ്രാമിന് 570 രൂപയാണ് വില. കാപ്പി 120 രൂപ, റബ്ബർ 102 രൂപ, ഗ്രാമ്പു 800 രൂപ, കൊക്കോ 53 രൂപ. ജാതി 280 രൂപയാണ് വില. ജാതിപത്രി കൂടിയ വില 1000-ഉം കുറഞ്ഞ വില 750-ഉമാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന 31 റൂട്ടുകളിൽ KSRTCക്ക് മാത്രം പെർമിറ്റ് നൽകുവാനുള്ള സർക്കാർ നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്ത് നൽകിയ 40ഓളം ഹർജികൾ തള്ളിയാണ് കോടതി തീരുമാനം ശരിവെച്ചത്. കോട്ടയം തേക്കടി, എറണാകുളം തേക്കടി ഉൾപ്പെടെയുള്ള റൂട്ടുകൾക്കും ബാധകം. കടം വാങ്ങിയ പണം തിരികെ നൽകുവാൻ ശേഷിയില്ലാത്ത നിർധനരായ മാതാപിതാക്കൾ കടക്കാരന് സ്വന്തം മകളെ വിവാഹം ചെയ്തു നൽകിയതായി പരാതി. നെടുങ്കണ്ടം സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് മാതാപിതാക്കൾ കടക്കാരന് വിവാഹം ചെയ്തു നൽകിയത്.
കുമളി KSRTC ഡിപ്പോയോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ഡിപ്പോയുടെ ശോചനീയാവസ്ഥയും ജീവനക്കാരുടെ കുറവും പരിഹരിക്കുക, കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പണിക്കൻകുടി, പാറത്തോട്, ഇരുമലക്കപ്പ് മേഖലകളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കാട്ടുപോത്തിനെ പോലീസും വനപാലകരും ഉൾപ്പെട്ട സംഘം വെടിവെച്ചു. കല്ലാർപുഴയിൽ കൂട്ടാർ ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് കരുണാപുരം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. കരുണാപുരം പഞ്ചായത്തിലെ ജലനിധി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Strong furniture, Index furniture. Index furniture near KSRTC bus stand, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001-2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc Nursing, MSc Nursing, PCBSc Nursing, PharmD, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BSc Cloud Computing and all other courses. For more details, contact 179 Bar A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 09916039339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ, കരിയർ വേൾഡ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തലിൽ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, എല്ലാവരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തതയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ
celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.